വിദ്യാർത്ഥികൾക്കും പുതിയവീട്ടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന് ഭാഗമായുള്ള 3ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, പെർമനന്റോ ടെമ്പററി അഡ്മിഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും, കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട മാൻഡറ്ററി ഫീസുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. FIUG FIIM പ്രോഗ്രാമുകളിലേക്ക് 3ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചത് സംബന്ധിച്ച് 2026-27 അധ്യയന വർഷത്തെ അഫിലിയേറ്റഡ് കോളേജുകളിലെയും യൂണിവേഴ്സിറ്റി പഠന വകുപ്പുകളിലെയും ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള 3ാം അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇവിടെ ഒന്നും വിശദീകരിക്കാനില്ല, 3ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അപേക്ഷകർ തങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അലോട്ട്മെന്റ് വിവരങ്ങൾ പരിശോധിക്കാം. ഇവിടെ ഇത്രയൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, വിദ്യാർത്ഥികൾ 3ാം അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷൻ കിട്ടിയ കോളേജിൽ 2026 ജൂലൈ 16-17 തീയതികളിൽ പ്രവേശനത്തിനായി ഹാജരാവേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ 3ാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3ാം അലോട്ട്മെന്റിൽ അഡ്മിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വായിച്ചപ്പോൾ വിദ്യാർത്ഥികൾ 3ാം അലോട്ട്മെന്റിന് ശേഷം അഡ്മിഷൻ ഫീസ് ഒടുക്കി അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ 2026 ജൂലൈ 16-17 തീയതികളിൽ പ്രവേശനത്തിനായി ഹാജരാവുന്നുണ്ട്. ഇവിടെ പറയുന്നത് 3ാം അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചവർ ഫീസ് ഒടുക്കിയിട്ട്, അതായത് ഇപ്പം ഫീസ് ഒടുക്കേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും സീറ്റൊന്നും ലഭിക്കാതിരിക്കുകയും 3ാം അലോട്ട്മെന്റിൽ ആദ്യമായി കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ചാൽ മതി. ഓൾറെഡി നിങ്ങളിപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയില്ലായിരുന്നു, സെക്കൻഡ് അലോട്ട്മെന്റിലും സീറ്റ് കിട്ടിയില്ല, പക്ഷേ 3ാമത്തെ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് സീറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കണം. 1035 രൂപയാണ് ഫീസ് വരുന്നത്. SC/ST ആകുമ്പം ഒരു 960 കുറഞ്ഞ് കിട്ടും. അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ 1ാം അലോട്ട്മെന്റിലും 2ാം അലോട്ട്മെന്റിലും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് അലോട്ട്മെന്റൊക്കെ ലഭിച്ചു. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഈ ഫീസ് അടച്ച കുട്ടികൾ എന്ത് ചെയ്യണ്ട, ഇനി ഓപ്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ കൂടി അടയ്ക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ വേറെ ഓപ്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതേ ഓപ്ഷൻ ആണെങ്കിലും നിങ്ങളിപ്പം വേറെ ഓപ്ഷൻ, നിങ്ങൾ ടെമ്പററി അഡ്മിഷനൊക്കെ എടുത്ത് തുടരുന്നവർ, നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അന്ന് ആ ടൈമിൽ ആ ഫീസ് അടച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വേറെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇത്രയാണ് പറയുന്നത്. പ്രസിദ്ധീകരിച്ചു. ഓക്കെ, മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ ഫീ ഒടുക്കിയവർ വീണ്ടും പ്രസ്തുത ഫീ ഒടുക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പം മുന്നത്തെ അലോട്ട്മെൻറ്റ് 1-ലും 2-ലും അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് അടച്ച കുട്ടികൾ വീണ്ടും അടയ്ക്കേണ്ടതില്ല എന്നർത്ഥം. താഴെ പറയുന്ന രേഖകളുമായിട്ട് പ്രവേശനത്തിന് ഹാജരാവുക. ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ. സർക്കുലർ കൃത്യമായി വരണം. അത്ര പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ള ശ്രദ്ധയപ്പെടുന്നത്. സർക്കുലർ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി 3ാം അലോട്ട്മെന്റ് ആണ്. ഇനി SC/ST PWD വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നോർമൽ അലോട്ട്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ ഇതോടുകൂടി പെർമനന്റ്, ഇപ്പം ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിലും, ഇഷ്ടമുള്ള കോഴ്സാണെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് വേറെ കോളേജുകളിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ പുതിയ കാണുന്നതിന്